ആദ്യമൊക്കെ ഈ കരച്ചിൽ ചെറിയ സൗണ്ടിലാണ് കേൾക്കുന്നത്. പിന്നെ ഇങ്ങനെ വാതിലിന്റെ അടുത്തേക്ക് വരുന്ന പോലെയാണ് ഈ കരയുന്ന സൗണ്ട് കേൾക്കുന്നത്. അതായത് ഇവളുടെ റൂമിന്റെ അടുത്ത് നിന്ന് ആരോ കരയുന്ന പോലെയാണ് കേൾക്കുന്നത്. അങ്ങനെ ഇവക്ക് പേടി ഉണ്ടെന്നുണ്ടെങ്കിലും എന്തായാലും നോക്കിയാലുള്ളല്ലോ എന്താ സംഭവം എന്ന് അറിയാം. അങ്ങനെ ഇവള് ബെഡിൽ നിന്ന് എണീച്ച് നടന്ന് റൂമിന്റെ ഡോറ് തുറന്നതും ഹാളിൽ തന്നെ ഒരു ചെറിയ ഡൈനിങ് ടേബിൾ ഉണ്ട്. ആ ഡൈനിങ് ടേബിളിന്റെ മൂലക്കായിട്ട് ഒരു പെൺകുട്ടി ഇരുന്ന് കരയുന്നുണ്ട്. അതായത് നമ്മളിങ്ങനെ ഇരുന്നിട്ട് മുട്ടില് തല വെച്ചിട്ട് കിടക്കുമല്ലോ, അങ്ങനെ കിടന്നിട്ട് കരയുന്നതാണ്. ഇത് കണ്ടത് ഇവൾ ആകെ പേടിച്ചിലേക്ക് ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അങ്ങനെ ഇവളുടെ റൂമിന്റെ മുന്നിൽ തന്നെ ഇതിനിങ്ങനെ നോക്കി നിൽക്കുന്നതാണ്. പെട്ടെന്ന് ഈ പെൺകുട്ടി തല ഉയർത്തി. ഈ കുട്ടിയുടെ കണ്ണെല്ലാം ഭയങ്കര തിളങ്ങുന്നുണ്ട്. ഈ കുട്ടി അങ്ങ് എണീച്ചതും ഇവള് വേഗം ഓടി റൂമിൽ കയറി റൂം ലോക്ക് ചെയ്തേ. അങ്ങനെ ഇവള് ഈ ബെഡിലിരുന്ന് ഇവരിങ്ങനെയൊക്കെ സംഭവിച്ച രാമരാമൻ ചെല്ലുമല്ലോ, അതായത് ജപനാമൻ ചെല്ലുമല്ലോ, അങ്ങനെ ഇവളിങ്ങനെ ചെല്ലിയോണ്ട് നിൽക്കുന്നതാണ്. പെട്ടെന്ന് ഇവളുടെ ഡോർ മുട്ടാൻ തുടങ്ങി. നോൺ സ്റ്റോപ്പ് അതിനാണ്ട് ഇവളുടെ ഡോറിൽ ഇങ്ങനെ നോക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ്. അറ്റ് ദ സെയിം ടൈം റൂമിലെ കറണ്ട് അങ്ങോട്ട് പോയി. ഇവള് പെട്ടെന്ന് ഫോൺ എടുത്ത് ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിനാണ്ട് ഇവർക്ക് നടക്കുന്നത് റിയാലിറ്റി ആണെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ തീരെ കഴിയുന്നില്ല കേട്ടോ. ഈ കഥകളെല്ലാം കേട്ടോണ്ട് തന്നെ ഇവളുടെ അൺകോൺഷ്യസ് മൈൻഡ് എന്തൊക്കെ കാണിച്ചു കൊടുക്കുന്നതാണ്. ഇതൊന്നും നടക്കുന്നില്ല എന്നുള്ള രീതിക്ക് തന്നെയാണ് ഇവിടെ വിശ്വസിക്കുന്നത്. പക്ഷെ ഡോറ് നോക്ക് ചെയ്യുന്നത് സൗണ്ട് കൂടിയോണ്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. അങ്ങനെ ഇവിടെ പേടിച്ച് ഷിവർ ചെയ്യുന്നുണ്ടെങ്കിലും എന്തായാലും ഇതിനൊരു ക്ലോഷർ വേണം, എന്താണ് ഇത് എന്നുള്ളത് അറിയണം എന്ന് വിചാരിച്ചാണ് ഇവിടെ ബെഡിൽ നിന്ന് ഇറങ്ങി നടക്കുന്നത്. അങ്ങനെ ഇവിടെ നടന്ന് ഡോറിന്റെ അടുത്തെത്തിയതും പെട്ടെന്ന് നോക്ക് ചെയ്യൽ നിന്ന് പെട്ടെന്ന് ലൈറ്റും വന്ന് കറണ്ട് വന്നേ. അപ്പൊ ടൈം നോക്കുമ്പോൾ ഒരു 5 മണിയാണ്, രാവിലെ 5 മണിയാണ്. പിന്നെ ഇവിടെ ഡോറ് തുറന്ന് ഹാളിലെല്ലാം ലൈറ്റ് ഇട്ട് എവിടെയും ഒന്നും കാണാനില്ല. നടന്ന കാര്യങ്ങൾ റിയാലിറ്റി ആണോ ഹാലൂസിനേഷൻ ആണോ എന്താണെന്ന് മനസ്സിലാവാതെ നിൽക്കുന്നതാണ്. ഞാൻ ഇവിടെ നല്ലോണം പേടിച്ചിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നതോ വാതിൽ ആരെയും നോക്കി ചെയ്യുന്ന പോലെ അല്ലല്ലോ, ശരിക്കും ഒരു രൂപം നേരിട്ട് കണ്ടിക്കല്ലേ. അങ്ങനെ ഇവർക്ക് ക്ലാസ്സിനൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് ഇവള് ക്ലാസ്സിന് പോവാണ്ട് ഫ്രണ്ടിന്റെ റൂം ഉണ്ട് അടുത്ത്, അങ്ങോട്ടേക്ക് പോയി.